എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ടവ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടിയുടെ റോൾ എന്താണ്? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ഫയലായ നീല നിറത്തിലുള്ള ആ ഒരു പാത്രമാണെങ്കിൽ, ആ ഒരു ബോട്ടിലാണെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ഒളിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഒരുപക്ഷെ ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ ആളെ മനസ്സിലായി അവർ എത്തരത്തിൽ ഓരോ സമയത്തും പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒളിച്ചിരിക്കുന്ന ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട പലരുടെയും സഹായം കിട്ടുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ളൊരു സംഭവമാണ്. നിങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ സഹായം നൽകുന്നത്. അവരുടെ ഉദ്ദേശം തേർഡ് പാർട്ടിയെ വളർത്തുക എന്നുള്ളതല്ല, പക്ഷേ നിങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആരോടും കൂടുതലായി പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വലിയ തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്, കാര്യമാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതലായിട്ട് വിലയിരുത്താം. ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ മറികടക്കാനുള്ള ശക്തിയില്ല. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വേണ്ടതാണ്. ഈ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും നിങ്ങളെ അതിജയിച്ചുകൊണ്ട് വിജയിക്കാനുള്ള ശേഷിയില്ല. അത്തരത്തിലൊരു ശേഷിയുള്ള ഒരു തേർഡ് പാർട്ടിയല്ല ഈ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളെ ഭയപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തകർത്ത് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനായിട്ടാണ് ആ വ്യക്തി തേർഡ് പാർട്ടിയുടെ ശ്രമം. അത് വിജയിക്കേണ്ടതില്ല, അത് വിജയിക്കുകയില്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തുടർന്ന് പോവുകയാണ് വേണ്ടത്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തുടർന്ന് പോകാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാകണം. നിങ്ങൾ ഇക്കാര്യത്തിലൊരു ബുദ്ധി കാണിക്കണം. നിങ്ങൾ ബുദ്ധി കാണിക്കാതെ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് തകർച്ചയുണ്ടാകും. കാരണം അവിടെ തേർഡ് പാർട്ടി വലിയ ആളായി മാറുകയും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടി ഒന്നുമല്ല എന്നുള്ള സത്യമാണ് നിങ്ങൾ അറിയേണ്ടത്. തേർഡ് പാർട്ടിയെ വലിയ ആളാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ മോശമാക്കാനാണ്. പക്ഷേ തേർഡ് പാർട്ടിക്ക് സാഹചര്യങ്ങൾ എളുപ്പമാകില്ല. തേർഡ് പാർട്ടി തകർന്ന് അടിയാനായിട്ട് പോവുകയാണ്. കാരണം തേർഡ് പാർട്ടിക്ക് പിന്തുണ നൽകാനായിട്ട് ആര് വിചാരിച്ചാലും നടക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് തന്നെ ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളുകൾക്ക് തകർച്ച സംഭവിക്കുന്നു. അവർക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ അകപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഈ തേർഡ് പാർട്ടിയെ സഹായിക്കാനായിട്ട് അവർക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ തേർഡ് പാർട്ടി വാലും ചുരുട്ടി ഓടുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. തേർഡ് പാർട്ടിയെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്ന ചില ആളുകൾ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്നു. അതായത് അവരായിരുന്നു തേർഡ് പാർട്ടീനെ കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്നതും തേർഡ് പാർട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിച്ചത്. അത് നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി ഒറ്റപ്പെടുത്താവുന്ന സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് തേർഡ് പാർട്ടിക്ക് ഗുണം വരും. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കണം. നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കുമ്പോഴും തേർഡ് പാർട്ടിയുടെ ചതി അവിടെ കാണണം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വിശ്വാസം വരാനും നിങ്ങളിലേക്ക് ഉറപ്പിച്ച് നിർത്താനുമുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വ്യക്തിയായിട്ട് ഉണ്ടാകണം. ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. ഈ നിങ്ങൾക്ക് സന്തോഷകരമായൊരു കാര്യം വരാൻ പോകുന്നത്, ഇത്രയും കാലം നിങ്ങളെയാണ് ഒറ്റപ്പെടുത്തിയത്, ഇനി തേർഡ് പാർട്ടി ഒറ്റപ്പെടാൻ പോവുകയാണ്. തേർഡ് പാർട്ടിയുടെ ചതികളുടെ ആ ഒരു കാഠിന്യം കാരണം ഇനി വിശ്വസ്തത നഷ്ടപ്പെടുന്നത് ഈ തേർഡ് പാർട്ടിക്കായിരിക്കുള്ളൂ. ടെൻഷൻ അടിച്ചിരിക്കുന്നതും തേർഡ് പാർട്ടി ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട. തേർഡ് പാർട്ടിനെ വലിഞ്ഞു മുറുകുന്ന കാര്യങ്ങളുണ്ടാകും. നിങ്ങൾ സ്വതന്ത്രമാകുകയും
നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിക്കൊപ്പം സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാനും കഴിയും. ഒറ്റ കാര്യം എന്നുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക. നിങ്ങളുടെ വ്യക്തിയുടെ നഷ്ടപ്പെട്ടു പോയ ആ ബുദ്ധി ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക, വിവേകത്തെ ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ചാരനിറത്തിലുള്ള പ്രാവ് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് തേർഡ് പാർട്ടി ഒരു അവിഹിതമായ കുത്സിത പ്രവൃത്തികളിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് വരുന്നത്. നേരായ രീതിയിലുള്ള ഒരു വ്യക്തിയല്ല. ഒരിക്കലും അർഹതപ്പെടാത്തതും അധാർമികമായി നേടാനാണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിനെ നമ്മൾ സത്യം കൊണ്ടും നന്മ കൊണ്ടും നമ്മൾ എതിർക്കണം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ചില കാര്യത്തിൽ മാപ്പ് കൊടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളതും മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയിലേക്ക് ആ വ്യക്തി പോകുവാനുള്ള സാഹചര്യമാവും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി വിജയിക്കാനെങ്കിലും അവിടെ ഒരു കാരണം വരും. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയോട് മാപ്പ് കൊടുക്കണം. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ചില തെറ്റുകൾ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറണം. നിങ്ങൾ തേർഡ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ദൃഢപ്പെടുത്തണം. അതിനുവേണ്ടി ചില ആളുകളുടെ സഹായം നിങ്ങൾക്ക് വേണം. ആ സഹായം നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കണം. ആ സഹായം നിങ്ങൾക്ക് ബലപ്പെടുത്തി കിട്ടും. കാരണം തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഒറ്റക്ക് എതിർക്കാൻ കഴിയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ തേർഡ് പാർട്ടിക്ക് ഒരു റോളും നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടാകില്ല. തേർഡ് പാർട്ടി ഓടിപ്പോകുന്ന ഒരവസരം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം ലഭിക്കും. തേർഡ് പാർട്ടി കരയുകയും ചെയ്യും. നിങ്ങളും ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് നിങ്ങളെത്തും. കാരണം തേർഡ് പാർട്ടിക്ക് എല്ലാ റോളും നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അകൽച്ച ഉണ്ടായതെല്ലാം മാറി, ആ അകൽച്ചയിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവും. പ്രണയാർദ്രമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇതിൻ്റെ പ്രണയം നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയുന്നു. മാത്രമല്ല, നിങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെടും. ഇനി തേർഡ് പാർട്ടിയുടെ റോള് പോകും. ആ വ്യക്തിയുടെ ചോയ്സുകളിലെല്ലാം നിങ്ങളായി മാറും. നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ശാരീരിക മാനസികമായ ആത്മസംതൃപ്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുകയും അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ശാരീരിക ബന്ധങ്ങൾ ദൃഢപ്പെടും. നിങ്ങൾ ഏറ്റവും അടുത്ത രണ്ട് ആത്മാക്കളായിട്ട്, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഉപഭോഗ മനസ്സ്, ആ മനസ്സിലേക്ക് രണ്ടുപേരും വല്ലാതെ കടന്നു വരും. അതായത് ഉറക്കത്തിൽ നിങ്ങൾ പരസ്പര സ്വപ്നം കാണും. മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളത് കാണാനാണ് അവിടെ കഴിയുന്നത്. ശരിയായ പ്രണയം നിങ്ങളിലുണ്ടാകുന്നു. നല്ല ബന്ധമാകുന്നു. പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ്, നിങ്ങൾക്ക് മറക്കാനാകാത്ത ഫീലിങ്സ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ പ്രണയത്തിന് പിന്തുണ നൽകുന്നത് മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവ് കൂടുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ വ്യക്തിക്ക് വലിയ സന്തോഷമാകും. ആ വ്യക്തിയുടെ കരിയറിൽ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിപരമായി ഇതുവരെ നിങ്ങൾ ഇടപെടാത്ത പല മേഖലകളിലും ഇടപെട്ട് ആ വ്യക്തിക്ക് കരുത്ത് പകരുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനൊരു കാരണമാകും. അത് ഇഷ്ടങ്ങളും ആ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മറക്കപ്പെടും. അത് പുറത്തു പോകും. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു പോവുകയും നിങ്ങൾ പരസ്പരം പുറത്തു കൊടുക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളും മനസ്സിലുണ്ടായ വിഷമങ്ങളും മാറി മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് എത്താൻ കഴിയും. അത് നിങ്ങൾക്കിനി പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ കഴിയും. ഇപ്പോഴത്തെ നെഗറ്റീവായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നത്, ഇനി മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറി പോസിറ്റീവായിട്ടുള്ള ചിന്തകളാകുന്നു. മനസ്സിലെ ദുഃഖങ്ങൾ മാറി മനസ്സിൽ സന്തോഷം വരുന്നു. അങ്ങനെ ജീവിതത്തിലുടനീളം ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് പകർന്നു ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുന്നു. ജീവിതം നിങ്ങൾക്ക് നല്ല ഒരു അനുഭവമായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. പല കാര്യങ്ങളുണ്ടായ സമയദൂഷ്യം മാറുന്നു. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ തടസ്സങ്ങളും മാറിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും ഭാഗ്യമുള്ളതാകുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ നിങ്ങൾക്ക്
ജീവിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാ ചലഞ്ചുകളും ഒക്കെ മാറി, വെല്ലുവിളികൾ മാറി ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.